തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നത് കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതാണ്. തൊഴിലാളിയായ മരുതായലമാണ് മരിച്ചത്. തെങ്ങിൻ തോട്ടത്തിൽ വെച്ച് ഇയാളെ ഒറ്റയാൻ ആക്രമിക്കുകയായിരുന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഇവിടെ കാട്ടാന ശല്യമുള്ള ഇടമാണോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുജ, സ്ഥിരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണിത്. കോയമ്പത്തൂർ ബൊമ്മനാംപള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. 42-കാരനായ മുതുച്ചറ മറുതാംചലം സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ഉള്ളതായി ഈ നാട്ടുകാർ ആരോപിച്ചിരുന്നു, വനംവകുപ്പിനെയൊക്കെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് തോട്ടത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വയറിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. അതേ തുടർന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രിയിൽ. തുടർന്ന് ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ മേഖലയിൽ ഉണ്ടാകുന്ന കൃഷിനാശം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ജനങ്ങൾ നേരിട്ടിരുന്നു. അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമായി എന്ന ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കുമെന്നുകൂടി നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ കാട്ടാന ആക്രമണം ഈ മേഖലയിൽ, അതായത് കോയമ്പത്തൂർ മേഖലയിൽ മാത്രമല്ല, ഈ കഞ്ചിക്കോട്, പാലക്കാടിന്റെ കഞ്ചിക്കോട് മേഖലയിലും രൂക്ഷമാവുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൃഷി അടക്കം സുരക്ഷിതമാക്കണം എന്നൊക്കെ ഏറെ നാളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. എന്തായാലും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. 42-കാരന്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. അനുജ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. തൊഴിലാളിയാണ് മരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.